ഞാൻ അമ്മ, എന്റെ മൂത്ത മോൻ, മൂത്ത മോള്, ഇളയ മോള്, എന്റെ മരുമോൻ, ഇളയ മരുമോൻ, മൂത്ത മരുമോൻ. പക്ഷെ അമ്മയുടെ സൗന്ദര്യം ആർക്കും കിട്ടിയിട്ടില്ല കേട്ടോ. ജീവിതത്തിൽ ഇത് തന്നെ പുള്ളിക്കാരൻ തല്ലുമാലയിൽ ഭയങ്കര ലക്ഷറി കളർഫുൾ ലൈഫിൽ നിന്നൊക്കെ ജിൽ ജിൽ വൈബ് എന്ന് വരുമല്ലോ. ഇവിടെ ഒരു കളറും ഇല്ല. ഒരു ദരിദ്രവാസി റോള് വേണമായിരുന്നു. അങ്ങനെ പറയരുത്. പേര് കേൾക്കുന്നത് വരെ സ്വാതി വരുമ്പോ ഞാൻ സ്വാതി നന്ദുചേട്ടൊക്കെ അങ്ങനെ ഇരുന്നതാ. അങ്ങനെ റിയൽ ലൈഫിൽ കുറെ ഉണ്ടായിട്ടല്ലേ. കുറെ പേര് എനിക്ക് ഫേസ്ബുക്കിൽ കുറെ മെസ്സേജ് റിക്വസ്റ്റ്, സുന്ദരി ആട്ടോ, ഞാൻ പ്രൊഫൈൽ നോക്കിട്ട് മെസ്സേജ് പേര് കണ്ടപ്പോ മെസ്സേജ് ആരാ എന്താന്ന് അറിയണ്ട. പേര് കണ്ടപ്പോഴേ സെറ്റിൽ ഒരുപാട് ആക്സിഡന്റ്സ് ഉണ്ടായിരിക്കുന്നത് കലച്ചേച്ചിക്ക് ആയിരിക്കും. കാരണം ഞാൻ കുറെ വായിച്ചു, കാറ് പോയി അവിടെ ഇടിക്കുന്നു, വേറെ ഇടിക്കുന്നു, കുറെ മരണം മുന്നിൽ കണ്ട് വന്ന ഒരാളാണ്. അത് എനിക്ക് മാത്രമേ എന്തെങ്കിലും പറ്റത്തുള്ളൂ, വണ്ടി ഇരിക്കുന്ന ആർക്കും ഒന്നും പറ്റത്തൂല. ലാസ്റ്റ് കാലിൽ സ്റ്റീല് വെക്കുന്ന ലെവലിലുണ്ട്, മരിക്കുന്നവരെ ഓർത്തോണ്ടിരിക്കുന്നത്. അത് എന്തുണ്ടായതാ? ബൈക്ക് ആക്സിഡന്റ്, ബുള്ളറ്റ് ഓടിച്ചത് സിനിമയ്ക്ക് വേണ്ടി. അപ്പൊ അങ്ങനെ വീണു. അതേപോലെ ഏതൊരു സിനിമയ്ക്ക് വേണ്ടിട്ട് മറ്റേ ആസിഡ് വായിൽ പോയിന്നും. ആസിഡ് ആണെങ്കിൽ ഞാനിന്ന് ജീവനോട് ഇരിക്കില്ല, ആസിഡ് ഓണാണ്. ഇനി ഭയങ്കര സേഫ് ആയിട്ട് ഇരിക്കുക. ഓക്കെ, കേട്ടില്ലേ? എന്നവളെ അടി എന്നവളെ എந்த இதயத்தை துளைத்து விட்டே. ഇത്രയും നല്ല പാടുന്ന ആളാണ്. ഇന്ത്യൻ സിനിമാ ഗാലറിയുടെ പുതിയ ചിറ്റാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇന്ന് എൻ്റെ കൂടെ കുറച്ച് കഥകൾ പറയാൻ വേണ്ടിയിട്ട് ഒരു ഫാമിലി തന്നെയാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ഭരതനാട്യം മൂവിയുടെ ഫാമിലി. ഹായ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? 23 ഓഗസ്റ്റ് 23 ഭരതനാട്യം റിലീസ്, അതാണ് വിശേഷം. അതെ, ഇതിപ്പോ ഞാൻ ആരുടെ മുഖത്ത് നോക്കിയിട്ടാ പറയണ്ടേന്ന് ഫസ്റ്റ് ഇവിടെ തുടങ്ങാം. അതന്നെ, ഫസ്റ്റ് അവിടെ തന്നെ തുടങ്ങണം. ചേട്ടാ, ഐ എം വെരി പ്രൗഡ് ഓഫ് യു ട്ടോ. കാരണം നമ്മൾ കുറെ വട്ടം കേട്ടിട്ടുണ്ട് ഭയങ്കര സ്ട്രഗിൾ ചെയ്ത് ചേട്ടൻ ഫീൽഡിലോട്ട് വന്ന ഒരാളാണ്. ഒരു സിനിമയിൽ അഭിനയിക്കുന്നു, അത് കഴിഞ്ഞിട്ട് വെബ് സീരീസിൽ അഭിനയിക്കുന്നു, ഇപ്പോൾ അതാ പ്രൊഡക്ഷൻ ഫീൽഡിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ഹൗ ഡു യു ഫീൽ ഇതിനൊക്കെ ഇങ്ങനെ ഒരു നില എത്തി നിൽക്കുമ്പോൾ? വെരി എക്സൈറ്റഡ്. അത് സംശയമില്ലാത്ത കാര്യം. It has been a long dream to become a producer. അങ്ങനെ ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയിലേക്ക് ലാൻഡ് ചെയ്തു. ആൻഡ് അത് വർക്കൗട്ടായി. ആക്ച്വലി വർക്കൗട്ട് ആയെന്ന് വെച്ചാൽ അത് ഒരു പ്രൊജക്റ്റായി. പിന്നെ നമ്മൾ ഷൂട്ട് ചെയ്ത് ഇപ്പോൾ ഒരു സിനിമയുടെ രൂപത്തിൽ 23 ഓഗസ്റ്റിന് അത് വരുവാണ് തിയേറ്റേഴ്സിൽ. സോ ഓൾ ഓഫ് us ആർ എക്സൈറ്റഡ് ടു ബി പാർട്ട് ഓഫ് ദിസ് മൂവി. പിന്നെ ഒരു ഹോൾസം എന്റർടൈനർ ആണ് ഈ സിനിമ. അപ്പം അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഏറ്റവും ആദ്യം ഇതിലൂടെ തുടങ്ങിയാലോ എന്നൊക്കെയുള്ളൊരു ആലോചന വന്നതും. പിന്നെ അത് ഞാൻ തോമസ് തിരുവല്ല അദ്ദേഹത്തിനോട് പറയുക, അങ്ങനെ നമ്മൾ കൊളാബറേറ്റ് ചെയ്ത് അങ്ങനെ ഒരു സിനിമയായി അത്. അതെ, ഇപ്പം ഭരതനാട്യം തന്നെ ഒരു പേര് വെക്കാൻ എന്താണ് കാരണം? ആക്ച്വലി ഞാൻ ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നു ചിലപ്പോൾ ഭരതനാട്യത്തിന് ബേസിൽ എന്തെല്ലാം, പക്ഷെ എനിക്ക് ട്രെയിലർ കണ്ടപ്പോൾ അങ്ങനെയൊന്നും അല്ല തോന്നിയത്. ഒരു വീട്ടിലെ കുട്ടി കുട്ടി പ്രശ്നങ്ങളും അങ്ങനെയൊക്കെയാണോ ശരിക്കും? നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഡാൻസ് കളിക്കാറില്ലേ? ഡാൻസിൽ ലിറ്ററലി ഡാൻസ് അല്ല, പക്ഷെ ഓരോ സാഹചര്യങ്ങൾ വരുമ്പോഴത്തേക്കും നമ്മൾ കളിക്കേണ്ടി വരും. അപ്പൊ അങ്ങനെ ഭരതനാട്യം നമ്മള് കളിക്കാറുണ്ട്. ഇൻഫാക്ട് ശരിക്കും ഈ പേര് കണ്ടുപിടിച്ചാളെ ഡയറക്ടറും റൈറ്ററും കൃഷ്ണദാസാണ് കണ്ടുപിടിച്ചത് അല്ലേ? ഞാൻ ആക്ച്വലി നിങ്ങളുടെ അടുത്ത് പറഞ്ഞു ഭരതനാട്യം ഫാമിലി തന്നെയാണ് ഇവിടെ ഇരിക്കണത്. അപ്പം ആക്ച്വലി നിങ്ങളുടെ റോളിനെ പറ്റിയിട്ട് നിങ്ങൾ തന്നെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തോളൂ. ഞാൻ അമ്മ, എന്റെ മൂത്ത മോൻ, ഇളയ മൂത്ത മോള്, അത് ആമ്പിള്ളാല് മൂത്ത മകൻ മകൻ, മൂത്ത മോള്, ഇളയ മോള്, എന്റെ മരുമോൻ, ഇളയ മരുമോൻ, മൂത്ത മരുമോൻ. അതെ, പക്ഷെ അമ്മയുടെ സൗന്ദര്യം ആർക്കും കിട്ടിയിട്ടില്ല കേട്ടോ. ജീവിതത്തിൽ ഇത് തന്നെ അല്ലേ? ചേച്ചിക്ക് പേടി ഞാൻ കേട്ടു സെയിം ഫാമിലി ആണെന്നുണ്ടെങ്കിലും ലൈക് ക്യാരക്ടേഴ്സ് ഭയങ്കര വ്യത്യാസമുണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും എന്നുള്ളത്.
ഓരോരുത്തരുടെയും ഓരോ ക്യാരക്ടർ. നമ്മളൊരു ഒരു വീട്ടിലാണെങ്കിൽ നമുക്ക് പല പല ക്യാരക്ടേഴ്സ് ഉള്ള ആൾക്കാരാണ്. ഇപ്പം ചേച്ചി ദിവ്യേച്ചി ആണെങ്കിൽ കുറച്ച് മറ്റേ മോശമാണ്, എല്ലാത്തിനോടും കുറച്ച് പുച്ഛം, ആരോടും ഒരു അനുകമ്പ, ഒരു സ്നേഹമുണ്ട്, ഉള്ളിൽ വെക്കും, എക്സ്പ്രസ് ചെയ്യത്തില്ല, അങ്ങനത്തെ ഒരു റിയാക്ട് ചെയ്യും നന്നായിട്ട്. അതായത് എനിക്ക് നോന്ന് തോന്നിയാൽ ഞാനത് പറയും, അങ്ങനത്തെ ഒരു ക്യാരക്ടറാ. ഇത് വേണ്ട, അത് ചെയ്യാൻ പറ്റില്ല, അത് വേണ്ട, എനിക്കത് ഇഷ്ടമല്ല എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാ. പറയാതെ ജീവിതത്തിൽ അങ്ങനെയൊക്കെ തന്നെയാ. പക്ഷെ ഉള്ളിന്റെ ഉള്ളില് ഈ പറയുന്ന എല്ലാ ഫാമിലി മെമ്പേഴ്സിനോടും ഒരു കെയറും കൺസേണും സ്നേഹവും ഒക്കെ ഉണ്ട്. പക്ഷെ ഒന്നും കാണിക്കില്ല. രീതി വേറെ, അതാ പ്രശ്നം. പിന്നെ ഞാനും സഹിച്ചുകൊണ്ടിരിക്കണ കുറച്ചും കൂടെ ഒരു ഫ്രീ മൈൻഡാ. കുറച്ച് എല്ലാവരോടും ഒരു അവരങ്ങനെ നമുക്ക് അങ്ങനെ ചെയ്യാല്ലേ, അല്ലെങ്കിൽ അത് മോശമല്ല അവർക്ക് എന്നൊക്കെ ഉള്ള മറ്റുള്ളവരെ കൺസേൺ ചെയ്യും. അതെ, കുറച്ചും കൂടി ഡിപ്ലോമാറ്റിക് ആയിട്ട് ചിന്തിക്കുന്ന രണ്ടുപേരാ. ഒരു ഇളയ ഒരു അനിയനുണ്ട്, അവൻ മറ്റേ വൈബ് ഫ്രീക്കൻ അനിയനുണ്ട്, അവനും കൂടി ഉണ്ട്. അപ്പൊ അങ്ങനെ അതൊരു പുതിയ ആളാണ്. നമ്മൾ അങ്ങനെ ഒരു വൈബില്ല, ഒരു ഫാമിലിയിൽ പല സ്വഭാവമുള്ള കുറച്ച് വേർഷൻസ് കാണാൻ പറ്റും. അതെ, നന്ദുചേട്ടന്റെ ക്യാരക്ടറെ പറ്റി പറഞ്ഞില്ല. ഭർത്താവ് ഒരു പാവം ഭർത്താവാണോ? പാവം ഭർത്താവാ, വലിയ കുഴപ്പമില്ലാത്ത ഭർത്താവാ. അല്ലെങ്കിൽ ഭാര്യയെ കണ്ടിട്ട് എന്ത് തോന്നുന്നു? അതാണ് ഭർത്താവ് നല്ലതല്ലെങ്കിൽ ഭാര്യ തീരുമാനം. അതെ, വരച്ച വരയിൽ നിർത്തുന്ന ഒരു ഭാര്യയാണ് അല്ലേ? അപ്പൊ അങ്ങനെ വേണമെങ്കിൽ പറയാതെ വരയ്ക്കുന്നത് ഞാൻ തീരുമാനിക്കുന്നു അല്ലേ? ഓക്കെ, ഇപ്പൊ എന്തായാലും സൈജേട്ടൻ പ്രൊഡ്യൂസർ എന്നൊരു ഫീൽഡിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. എങ്ങനെയുണ്ട് സൈജേട്ടൻ ഒരു പ്രൊഡ്യൂസർ ആയിട്ട്? നിങ്ങൾ പറ. അതെ, ഇനിയും സിനിമകൾ, മലയാള സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്യട്ടെ. അതെ, പ്രൊഡ്യൂസർ ആവാൻ പറ്റിയ വേറൊരു കാര്യമുണ്ട്. ഒരു ആർട്ടിസ്റ്റ് ഒരു പ്രൊഡ്യൂസർ ആവുമ്പം സെറ്റിൽ ഉണ്ടാവുന്ന ആർട്ടിസ്റ്റുകളുടെ പ്രശ്നങ്ങളൊക്കെ ആ പ്രൊഡ്യൂസർക്ക് അറിയാൻ പറ്റും. ഒരു ആർട്ടിസ്റ്റ് ആണല്ലോ അദ്ദേഹം, അല്ലെങ്കിൽ ആർട്ടിസ്റ്റ് ആയിരുന്നു, ഇപ്പോഴും ആണ്. അപ്പം ആർട്ടിസ്റ്റുകൾക്ക് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആക്കി എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്ന ഒരു പ്രൊഡ്യൂസർ ആയിരുന്നു. അതെ, ഞാൻ പറയണ കേട്ടു നേരത്തെ. കറക്റ്റ് സമയത്തിന് പൈസ തരും, കറക്റ്റ് സമയം നല്ല ടേക്ക് കെയറിംഗ് ആണ്, ഒരു നല്ല സുഖമാണ്, നല്ല ഭക്ഷണമായിരുന്നു, സൂപ്പർ ഭക്ഷണമായിരുന്നു ആണല്ലേ? എല്ലാം. അടുത്ത പടം വരുമ്പോൾ നമ്മളൊക്കെ മതി എന്ന് പറഞ്ഞു. പ്രൊഡ്യൂസറെ പറ്റും, ഞങ്ങളൊക്കെ പറ്റി പ്രൊഡ്യൂസർ സാറ് പറയൂ. സ്റ്റാർട്ടിംഗ് ഫ്രം നന്ദുചേട്ടൻ ആൻഡ് കലാനിധി ചേച്ചി. ദാസനെ ഏറ്റവും ആദ്യം ഇതിന്റെ ഒരു കാസ്റ്റ് ലിസ്റ്റ്, ആക്ടേഴ്സിന്റെ കാസ്റ്റ് ലിസ്റ്റ് പറഞ്ഞ സമയത്ത് പറഞ്ഞ രണ്ട് ആൾക്കാരാണ്. ഇവര് എന്തായാലും ചേട്ടാ ഇവര് ചെയ്താലേ ശരിയാവുള്ളൂ, ഇവരാണ് എൻ്റെ മനസ്സിൽ. ഞാനിത് എഴുതി കഴിഞ്ഞതിന് ശേഷം ഇവരുടെ മുഖങ്ങളാണ് വന്നത്. ഒന്ന് അമ്മയായിട്ട് കലച്ചേച്ചി, രണ്ടാമത് മൂത്ത അളിയനായിട്ട് നന്ദുചേട്ടൻ. പിന്നെ അതിനുശേഷം ബാക്കിയുള്ള ഇവരുടെയൊക്കെ ക്യാരക്ടേഴ്സ്, ഇപ്പം നമുക്ക് ഇവരുടെ മൂന്നുപേരും പറയാം. ഇവരുടെ മൂന്നുപേരുടെ ക്യാരക്ടേഴ്സ് നമ്മൾ പലരെയും അപ്രോച്ച് ചെയ്തു. പക്ഷേ ഒരു ഷോർട്ട് നോട്ടീസ് ആയിരുന്നു ഇവർക്കൊക്കെ. അതായത് ജാനുവരി ലാസ്റ്റ് വീക്കാണ് നമ്മളിത് ചെയ്യാൻ പോണു എന്ന് തീരുമാനം എടുക്കുന്നത്. അതായത് തോമസ് ഏട്ടൻ, എൻ്റെ പാർട്ട്ണർ, കഥ കേൾക്കുന്നത്. ഓക്കെ, ഈസ് ബേസ്ഡ് ഇൻ ദുബായ്. അപ്പം പുള്ളി കൊച്ചി വന്ന സമയത്താണ് ഇത് കേട്ടത്. അപ്പം എന്നോട് ഡേറ്റ്സ് ചോദിച്ചു, എന്നാണ് സൈഡിലെ ഡേറ്റ്സ് അവൈലബിൾ എന്ന്. അപ്പം ഞാൻ വേറൊരു പടമാണ് മാർച്ചിൽ ചെയ്യായിരുന്നത്, അപ്പോൾ അത് പോസ്റ്റ്പോണ്ട് ആയി. അപ്പോൾ എനിക്ക് ആ ഡേറ്റ്സ് ആണ് എനിക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ ഒരു 1 മന്ത് അല്ലെങ്കിൽ 1.5 മന്ത് ഗ്യാപ്പേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ പലരെ അപ്രോച്ച് ചെയ്യുമ്പോഴത്തേക്ക് എല്ലാവരും എൻഗേജ്ഡ് ആയിരുന്നു. സോ അതുകൊണ്ട് നമുക്ക് ഇവരിലേക്ക് എത്തി നമ്മൾ. സോ ശ്രുതി ആക്ച്വലി എൻ്റെ ഒരു ചോയ്സ് ആയിരുന്നു. അതായത് നമ്മളിപ്പം അനിയത്തിയായിട്ട് ഒരു ഫാമിലി ആയിട്ടും കൂടെ ഫീൽ ചെയ്യണമല്ലോ എല്ലാവരും. അപ്പം നമ്മൾ അച്ഛൻ സായി ചേട്ടനാണ്, അമ്മ കലച്ചേച്ചിയാണ്. ഓക്കെ, അപ്പം പിന്നെ ഒരു രൂപസാദൃശ്യം എവിടെയെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നല്ലതെന്ന് ഫീൽ ചെയ്യുന്നു. അപ്പം അങ്ങനെ ശ്രുതിയാണ് എൻ്റെ മനസ്സിൽ. ശ്രുതിയെ ഞങ്ങൾ ഒരുമിച്ച് 2 പടങ്ങൾ ചെയ്തിട്ടുണ്ട്, ജനമൈത്രിയും അന്താക്ഷരിയും ചെയ്തിട്ടുണ്ട്. സോ ശ്രുതി എനിക്കറിയാം. ശ്രുതി എൻ്റെ വളരെ അടുത്ത സുഹൃത്ത് സംഗീതിൻ്റെ വൈഫാണ്, പാത്തു ജാൻകുറിയുടെ. അപ്പം അതേ പിന്നെയാണ്. അപ്പം അങ്ങനെയൊക്കെ ഒരു കണക്ഷൻ ഉണ്ട്. അപ്പം ശ്രുതി എൻ്റെ ആലോചനയിൽ വന്ന് അങ്ങനെ ഞാൻ ഇവനോട് കൃഷ്ണദാസിനോട് പറഞ്ഞപ്പോഴത്തേക്കും ഹി ഓൾസോ സെഡ് അത് നല്ലൊരു ഓപ്ഷനാണെന്ന്. അങ്ങനെ ശ്രുതിയെ ഞാനാണ് വിളിച്ചത് അല്ലേ. ഞാൻ കോൾഡ് ഇങ്ങനെ ഡേറ്റ്സ് ഉണ്ടെന്നൊക്കെ ചോദിച്ചു. അങ്ങനെ കഥ കേൾക്കാൻ വേണ്ടി പറഞ്ഞ ഷിയോസിൻ കഥ കേട്ടതിന് ശേഷം സ്വാതി എനിക്ക് പരിചയമില്ല. പക്ഷെ തല്ലുമാലയിൽ വളരെ ഗംഭീരമായിട്ട് ആക്ഷൻ ചെയ്യുകയും ഡാൻസ് ചെയ്യുകയൊക്കെ ചെയ്തൊരു ചെറുപ്പക്കാരനെ ഞാൻ കണ്ടു.
ഭയങ്കര നമ്മൾ ആ കഥാപാത്രം എൻ്റെ അകത്തുള്ള ഒരു കഥാപാത്രം നമ്മൾ മറക്കില്ല. സ്വാതിയെ നമ്മൾ മറന്നിട്ടില്ല. അപ്പോൾ സ്വാതിദാസ് പ്രഭു എന്ന് പറഞ്ഞ ഒരാളാണ് തല്ലുമാലയിൽ അഭിനയിച്ച പുള്ളി. എൻ്റെ ഒരു സുഹൃത്താണെന്ന് കൃഷ്ണദാസ് പറഞ്ഞു. പുള്ളി എങ്ങനെ ഉണ്ടാവും എന്ന് ചോദിച്ചു. അപ്പം വ്യൂർ ഓക്കെ എന്നുവെച്ചാൽ സ്വാതി അധികം ക്യാരക്ടേഴ്സ് ചെയ്തിട്ടില്ല. തല്ലുമാലയാണ് ഇപ്പം നിൽക്കുന്നത് ഓഡിയൻസിന്റെ മനസ്സിൽ. അപ്പോൾ അതൊരു ഭയങ്കര ഒരു ഹാഷ് ഫുഷ് അർബൻ ടൈപ്പ് ഓഫ് ഒരു ക്യാരക്ടറാണ്. ഇത് നമ്മൾ നേരെ വേറൊരു എക്സ്ട്രീമിലേക്കാണ് നമ്മൾ പ്ലേസ് ചെയ്യാൻ പോണ സ്വാതിയെ. സോ അതും നമുക്ക് വളരെയധികം നമുക്ക് വർക്കൗട്ടായി. ആൻഡ് പുള്ളിയും ഉടനെ തന്നെ ഇന്നായി. ലക്കിലി ഇവർക്കൊക്കെ എല്ലാവർക്കും ആ സമയത്ത് കറക്റ്റ് ഡേറ്റ്സ് അവൈലബിൾ ആയിരുന്നു. അതാണ് നമ്മുടെ ഭാഗ്യം. പിന്നെ കമ്മിങ് ടു ദിവ്യ ആക്ച്വലി ഞങ്ങൾ 3-4 ഒറിജിനലി വേറൊരു ആക്ടറായിരുന്നു ചെയ്യാനിരുന്നത്. പക്ഷേ ഡേറ്റ്സിൻ്റെ ഇഷ്യൂസ് കാരണം മാറി. പിന്നെ 3 പേരെ നമ്മൾ അപ്രോച്ച് ചെയ്തു. അവരുടെയൊക്കെ ഓരോ ഈ ഡേറ്റ്സിൻ്റെ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ കാരണം മാറി. നമ്മൾ ഒരു ആക്ടറിൻ്റെ കാര്യം അറിയുന്നത്, അതായത് ഇന്ന് നമ്മൾ ഷൂട്ട് തുടങ്ങി, മാർച്ച് 10-ാം തീയതി ഷൂട്ട് തുടങ്ങി. മാർച്ച് 11-ന് ദിവ്യ ചെയ്യേണ്ട ക്യാരക്ടർ ആരായാലും, അന്ന് ദിവ്യ ആയിരുന്നില്ല, ആരായാലും അവർ രാവിലെ വേണം അവിടെ. മിനിമം ഒരു 10:30 എത്തിയിരിക്കണം. എന്നാലേ നമുക്ക് ഷൂട്ട് മുമ്പോട്ട് പോകുള്ളൂ. അല്ലെങ്കിൽ പിറ്റേ ദിവസം ഇവരുടെ ആരുടെയും ഡേറ്റ്സ് ഇല്ല. പിന്നെ നമ്മുടെ ലൊക്കേഷൻ നമ്മൾ ഒരു സ്ഥലം ഫിക്സ് ചെയ്തിരിക്കുന്നത്, അവിടെയാണ് നമ്മൾ 7 ദിവസം ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അവിടെ തന്നെ ഷൂട്ട് ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ ഈ ക്യാരക്ടറുമായിട്ടുള്ള കോമ്പിനേഷനാണ് എൻ്റെ വച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുമെന്നുള്ള രീതിയിൽ നമ്മൾ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴൊക്കെയാണ് നമ്മൾ ഈ കൂടുതൽ ഈ ആസ് എ പ്രൊഡ്യൂസർ നമ്മൾ കൂടുതൽ ചിന്തിക്കുന്നത്, ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ പ്രൊഡ്യൂസേഴ്സ് ഫേസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഡയറക്ഷൻ ഡിപ്പാർട്ട്മെന്റ് ഫേസ് ചെയ്യുന്നുണ്ട്. നമുക്കറിയാം, പക്ഷേ അതിൻ്റെ ഒരു ഇൻ ഡെപ്ത് നമ്മൾ മനസ്സിലാക്കുന്നത്. സോ നമ്മൾ അറിയുന്നത് മാർച്ച് 10-ാം തീയതി രാത്രി, അതായത് മറ്റേ ആർട്ടിസ്റ്റ് അവൈലബിൾ ആയിരിക്കില്ല. പിന്നെ രാത്രി 10 മണിക്ക് ശേഷം പിന്നെ ആരെ വിളിക്കാനാണ്, നമ്മൾ തല പോവുകയാണ്. അപ്പോഴാണ് എന്നോട് കൃഷ്ണദാസ് പറയണത്, ചേട്ടാ ദിവ്യ നായർ ഷീ വിൽ ബി എ ഗുഡ് ചോയ്സ് എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളെല്ലാവരും ഓക്കെയാണ്. പക്ഷെ നാളെ നമുക്ക് വേണം, ഒരു ആക്ടറും കിട്ടില്ല. അങ്ങനെ രാവിലെ 6 മണിക്ക് എപ്പോഴാണ് വിളിച്ചത്? ലേറ്റ് നൈറ്റ് മെസ്സേജ് ഉണ്ടായിരുന്നു വിളിക്കണം എന്നും പറഞ്ഞിട്ട്, കോളും ഉണ്ടായിരുന്നു. ഞാൻ കണ്ടില്ല. പിറ്റേ ദിവസം രാവിലെയാണ് കാണുന്നത്. എന്നിട്ട് അപ്പൊ തന്നെ 10:30 എത്തണം കേട്ടോ എന്ന് പറഞ്ഞു. അല്ല, രാവിലെ ഇപ്പൊ 6:30 മണിക്കാണ് ഞാൻ ഫോൺ എടുത്ത് നോക്കുമ്പോ കാണുന്നത്. പിന്നെ എനിക്ക് എന്റെ കാര്യങ്ങളുണ്ടല്ലോ രാവിലെ. എനിക്ക് ഞാനൊരു അമ്മയും കൂടിയാ, കുട്ടികളെയൊക്കെ സ്കൂളിലൊക്കെ വിടണം. ഇതെല്ലാം കഴിഞ്ഞ് സാവകാശം ഞാൻ വിളിച്ചു. നമുക്ക് പ്രയോറിറ്റി എപ്പോഴും കുട്ടികളാണല്ലോ. അപ്പോഴാ പറയണേ ഇന്നത്തേക്കാണ്, ഇന്ന് 10:30 ആവശ്യമുണ്ട്. ഇന്ന്. അപ്പൊ ഞാൻ ഇന്നോ ഇങ്ങനൊരു ഒരു കോൾ ഒരു സിനിമയിൽ എനിക്ക് അതായത് 1.5 hours ട്രാവലും ഉണ്ട് മാളയിലേക്ക്. അപ്പൊ അന്ന് എനിക്ക് വൈകുന്നേരം വേറൊരു കമ്മിറ്റ്മെന്റ് ഉണ്ട്. ഇവിടെ ഒരു പരിപാടിയിൽ എനിക്ക് പങ്കെടുക്കണം. പങ്കെടുത്തേ പറ്റൂ. എന്റെ ഡേറ്റ് നോക്കിയിട്ട് അവരത് ഫിക്സ് ചെയ്തതാ. അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനൊരു സംഭവം ഉണ്ട്, അതൊന്നും കുഴപ്പമില്ല, കഥ കേക്ക് ഓക്കെ ആണെങ്കിൽ നമുക്ക് അത് ഞങ്ങൾ അറേഞ്ച് ചെയ്ത് തരാം, കൊണ്ടാക്കിത്തരാം എന്നൊക്കെ പറഞ്ഞു. കഥ അത് കഴിഞ്ഞ് ദാസ് വിളിച്ചു കഥ പറഞ്ഞപ്പം എനിക്ക് നോ പറയാനുള്ള ഒന്നും തന്നെ ഇല്ല. അത് മാത്രമല്ല, ഭയങ്കര ഇഷ്ടമായി ക്യാരക്ടർ. നമ്മളൊരു സിനിമ ചെയ്യുമ്പോൾ നമ്മൾ ത്രൂ ഔട്ട് ഉണ്ട്. നമ്മളെ സിനിമ കണ്ടു കഴിഞ്ഞാൽ നമ്മളെ മറക്കില്ല എന്നുള്ളത് ഏതൊരു ആർട്ടിസ്റ്റും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. ക്യാരക്ടർ എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു. എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കോൺഫിഡൻസും ഉണ്ടായിരുന്നു. പിന്നെ ഡെഫിനറ്റ്ലി സൈജുവിന്റെ പടം, ഈ പടത്തിന്റെ പോസ്റ്റർ അല്ല, ഇത് പേര് അനൗൺസ് ചെയ്തപ്പോ കണ്ടപ്പോ ഓർത്തു സൈജു കുറുപ്പ് പ്രൊഡ്യൂസർ ആവുന്നു, അടിപൊളി. ഈ പടത്തിലൊക്കെ നമ്മളെ വിളിച്ചിരുന്നെങ്കിൽ സത്യമായിട്ട് ഞാൻ മനസ്സിൽ ഓർത്തതാ. ഇങ്ങനൊരു വിളിയൊന്നും പ്രതീക്ഷിച്ചില്ല. അത് ദൈവം കേട്ടു. അങ്ങനെ ഞാൻ കമ്മിറ്റ് ചെയ്യുന്ന. അപ്പൊ ഞാൻ ചെന്നു. ഞാൻ പറഞ്ഞു ഓക്കെ ഞാൻ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ. പക്ഷെ അന്ന് ഞാനത് നോ പറഞ്ഞിരുന്നെങ്കിൽ ഇന്ന് ഞാൻ റിഗ്രറ്റ് ചെയ്തിരുന്നേനെ. കാരണം അത്രയും നല്ലൊരു സെറ്റും നല്ല ക്യാരക്ടറും നല്ല സിനിമയുമാണ്. പിന്നെ വേറൊരു കാര്യമുണ്ട്, അത് ഞാൻ ആലോചിച്ചു, ഇതാണ് ഭർത്താവ് വേണോ, അത് മാത്രമാണ്. അതെ, സൂപ്പർ. ഇപ്പം സൈജേട്ടൻ പറഞ്ഞ പോലെ തല്ലുമാലയിൽ ഭയങ്കര ഒരു എക്സ്പോഷർ കിട്ടി സ്വാതിക്കല്ലേ. പക്ഷെ ഞാൻ ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായി ഇത്രയും ഭയങ്കര കാമൻ ക്വയറ്റ് ആയിട്ടിരിക്കുന്ന ഒരു മനുഷ്യനാണെന്നുള്ളത്. ഇങ്ങനെയൊക്കെയാണോ ചേച്ചി ശരിക്കും? അല്ല, ഇങ്ങനെ ഭയങ്കര കാമൻ ക്വയറ്റ് ആണോ ചോദിക്കാം. ശ്രുതി വേണ്ടതേ സംഗീതത്തെ പറ്റിയാണോ ചോദിക്കുന്നത്? ഇല്ല, സെറ്റിൽ ഇങ്ങനെ തന്നെയാ സ്വാതി. സ്വാതി ഭയങ്കര കാമൻ. നമ്മള് വിചാരിച്ചത് ഭയങ്കര ലൗഡ് ആയിരിക്കും.
പ്രാരാബ്ദം വേണമായിരുന്നു. അതെ. അതോടെ ഞാൻ വേഗം അതായത് പുള്ളിക്കാരൻ തല്ലുമാലയിൽ ഭയങ്കര ലക്ഷറി കളർഫുൾ ലൈഫിൽ നിന്നൊക്കെ ജിൽ ജിൽ വൈബ് എന്ന് വരുമല്ലോ. ഇവിടെ ഒരു കളറും ഇല്ല. എല്ലായിടത്തും ആ ജിൽ ജിൽ വൈബ് അല്ലേ ഇവര് മൊത്തത്തിൽ. പുള്ളിക്കാരൻ ഒരു ദരിദ്രവാസി റോള് വേണമായിരുന്നു. അങ്ങനെ പറയാം. ദരിദ്രവാസി റോൾ ഒറ്റയടിക്ക് പറയണം. ദരിദ്രവാസി റോൾ. അപ്പൊ ഇങ്ങനെ തന്നെ ഭയങ്കര ഇടയ്ക്കിടയ്ക്ക് പാട്ടൊക്കെ പാടും. മറ്റേ ബാലാമണി ഇങ്ങനെ പാടിക്കൊണ്ട് നടക്കില്ലേ, അപ്പോഴത്തേക്ക് നമ്മളിങ്ങനെ ഒളിഞ്ഞത് കേൾക്കുന്ന പോലെ സ്ഥിരം ഇങ്ങനെ എന്റർടൈനർ ആയിരുന്നു. പാട്ട് പാടി ഞങ്ങളൊക്കെ എന്റർടൈൻ ചെയ്യുന്നുണ്ട്. നന്നായി പാട്ട് പാടും അല്ലേ? കുറെ ശൈലിക്ക് പറയാണെന്ന് പാടി നോക്കി പാടിപ്പിക്കും. എന്നെ പഠിപ്പിക്കാൻ നന്നായിട്ട് പാടും, അസലായിട്ട് പാടും. ആണല്ലേ? നമുക്ക് എന്തായാലും രണ്ടുപേരും കേൾക്കണം കേട്ടോ. ആ പേരിട്ടെങ്കിലും പ്രത്യേകത ചോദിച്ചു നോക്ക്. സ്വാതിദാസ് പ്രഭു എന്താണത്? അമ്മ മ്യൂസിക് ടീച്ചറാണ്. അമ്മയുടെ അച്ഛനും ഭാഗവതരൊക്കെയാണ്. അപ്പൊ മ്യൂസിക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഫാമിലിയിൽ. നമ്മൾ സ്വാതി തിരുനാളിന്റെ സ്വാതി എടുത്ത് സ്വാതി തിരുനാളിന്റെ ദാസൻ എന്നുള്ള അർത്ഥത്തിലാണ് പേരിട്ടെന്നൊക്കെ അമ്മ പറഞ്ഞത്. അങ്ങനെയാണ് അമ്മ പറഞ്ഞത്. പേരോട് കുറെ പണി കിട്ടിയിട്ടുണ്ട്. പേര് കേൾക്കുന്നത് വരെ ആൾക്കാർ പ്രതീക്ഷ സ്വാതി വരുന്നത് വരുമ്പോ ഞാൻ എന്റെ പേര് സ്വാതി. നന്ദുചേട്ടൊക്കെ അങ്ങനെ ഇരുന്നതാ. നന്ദുചേട്ടൻ സെറ്റിലൊക്കെ സ്വാതി വരട്ടു. അവസാനോ എന്നിട്ട് പുള്ളി സത്യമാണല്ലോ ഇടയ്ക്ക് വെറുതെ വന്നിട്ട് ഇത് കളയാൻ പറ്റും. അങ്ങനെ റിയൽ ലൈഫിൽ കുറെ ഉണ്ടായിട്ടല്ലേ? കുറെ പേര് പെൺകുട്ടിയാണോന്നുള്ള എനിക്ക് ഫേസ്ബുക്കിൽ കുറെ മെസ്സേജ് റിക്വസ്റ്റ്, സുന്ദരി ആട്ടോ. ഞാൻ പ്രൊഫൈൽ നോക്കിട്ട് മെസ്സേജ് മെസ്സേജ് ആരാ എന്താണെന്ന് അറിയണ്ട. എല്ലാം ഉണ്ട്. എന്റെ ഫോട്ടോ കുടുംബം മൊത്തം അതൊന്നും കാണാൻ വയ്യ. പേര് കണ്ടപ്പോഴേ അല്ലേ. ആക്ച്വലി കളിച്ച് നിങ്ങൾ 3 പെമ്പിളേരല്ലേ? അതേപോലെ തന്നെ ഞങ്ങൾ 3 പെമ്പിളേർ തന്നെയാണ് കേട്ടോ. ഭാവിയിൽ ചിലപ്പോ നിങ്ങളെ പോലെ അറിയപ്പെടുമായിരിക്കും. ഞാൻ മെയിനായിട്ട് ഒരു ചോദിക്കുന്ന കാര്യം, നാഗേന്ദ്രൻ മറ്റേ ഹണിമൂൺ കണ്ടായിരുന്നോ സീരീസ്? ആ കുട്ടിയല്ലേ? ആ അതിലെ ഗ്രേസ് എല്ലാവരും പറയണില്ലേ? കൽപ്പന ഓർമ്മ. അതെ, അതെല്ലാവരും പറയുന്നുണ്ട്. നമ്മള് ഗ്രേസ് ആന്റണി കാണുമ്പോ കറക്റ്റ് കൽപ്പന പോലെ തോന്നുന്നുണ്ടെന്ന്. ചേച്ചിക്ക് എന്താ അത് കണ്ടോ? ചേച്ചി അമ്മ അതെ അതെ തോന്നിയില്ലേ? നന്നായിട്ട് ചെയ്തിരിക്കുന്നു. അതുപോലെ ഇപ്പൊ ലേഡീസ് ഇല്ലല്ലോ കോമഡി ഇതൊക്കെ ചെയ്യാനായിട്ട്. ഇപ്പൊ ആരും ഇല്ലല്ലോ. ആദ്യം എല്ലാവരും മഞ്ജു പിള്ള സീരിയസ് ക്യാരക്ടറായി. അങ്ങനെ പലരും സീരിയസ് ക്യാരക്ടറിലേക്ക് പോയി. ഇത് വരട്ടെ, നല്ല കാര്യമല്ലേ. അല്ല, ഇതുപോലെ ഫണ്ണായിട്ടുള്ള മൂവീസും അധികം വരുന്നില്ല. ഇപ്പൊ കുറെ കാലമായിട്ട് സീരിയസ് കണ്ടന്റ് ആണെന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ പടം അതിൽ നിന്ന് കുറച്ച് ഡിഫറെന്റ് ആയിരിക്കും. ഒരു ഫണ്ണായിട്ടുള്ള ഒരു എന്റർടൈനർ പരിപാടിയായിരിക്കും. അല്ല, അപ്പം കൽപ്പന ചേച്ചിന് ഓർമ്മ വന്നായിരുന്നു ശരിക്കും കണ്ടപ്പോ? കൽപ്പന ചേച്ചി ചാടി 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 പറയുന്നില്ലേ സാരിയൊക്കെ ചോദിക്കുന്നത്. അസലായിരുന്നു, നല്ല ആർട്ടിസ്റ്റ്. അതെ അതെ, ഗ്രേസ് ആന്റണി ഇത് കാണണം. ഓക്കെ, അപ്പൊ എന്തായാലും ഭരതനാട്യം തിയേറ്ററിലേക്ക് വരാൻ പോവാണ്. അടിപൊളിയാവട്ടെ. കാരണം അതെ, ഞാൻ മറ്റേ ട്രെയിലർ കണ്ടപ്പോൾ ഒരു കോമഡി മൂവി തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം സൈജേട്ടൻ പണ്ട് ഒരുപാട് കോമഡി മൂവി ചെയ്തിട്ട് പിന്നീട് സൈജേട്ടൻ തെളിയിച്ചാണ് സൈജേട്ടനെ കൊണ്ട് നമ്മളെല്ലാവരും കരയിപ്പിക്കാൻ പറ്റും എന്നുള്ളത്. ഞാനൊക്കെ കുറെ കരഞ്ഞിട്ടുണ്ട് ചേട്ടനെ പടം കണ്ടിട്ട്. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ വീണ്ടും ഒരു ഫൺ മൂഡിലേക്ക് വന്നിരിക്കുകയാണ്. കുറച്ച് സീരിയസ് ഉണ്ടാവുമല്ലേ? എവിടെയെങ്കിലൊക്കെ ഉണ്ടോ? സീരിയസ് മാറ്റർ ആണ്, പക്ഷെ നമുക്ക് മിക്കവാറും ചിരിയായിരിക്കും വരുന്നത്. സിറ്റുവേഷൻസ് ഹ്യൂമറസ് ആണ്. അതെ, പിന്നെ ചെറിയ രീതിയിലുള്ള ഇമോഷൻസ് ഒക്കെ ഉണ്ട്. ഒരു ഫാമിലി ആകുമ്പോഴത്തേക്കും വേറെ ഇമോഷൻസ് ഒക്കെ വരുമല്ലോ. അതെ, അപ്പം എന്തായാലും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 2 വരി സ്വാധീനം കൊണ്ട് പാടിപ്പിക്കും എന്നുള്ളത്. പാട എന്നവളെ അടി എന്നവളെ എந்த இதயத்தை தொலைத்து விட்டே எந்த இடம் அது தொலைந்த இடம் அந்த இடத்தையும் மறந்து விட்டே உந்தன் கால் கொலுசில் அது தொலைந்ததென்று உந்தன் காலடி தேடி வந்தே காதல் என்றால் பெரும் அவஸ்தை என்று உன்னை கண்டதும் கண்டு கொண்டே
எந்தன் கழுத்து வரை இன்று காதல் வந்து இரு கண் விழி பிதுங்கி நின்றே என்னவளே அடி என்னவளே எந்த இதயத்தை துளைத்து விட்டே. എന്റെ പൊന്നോ, ഇത്രയും നല്ല പാടുന്ന ആളാണ്. ഞങ്ങളെ ഇത് രസമല്ലേ? എന്ത് രസമായിട്ട് പാടുമെന്ന് അറിയോ, അസലായിട്ട് പാടും. അവിടെ പൊങ്ങി പൊങ്ങി പോയി. കേട്ട് 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 മടുത്തല്ലേ. ഞങ്ങള് സെറ്റിൽ മടുത്തൊന്നുമില്ല, ഞങ്ങളെപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും. അതെ, ഞാനൊക്കെ എപ്പോഴും അലക്സ അപ്പൊ അടുത്ത പടത്തില് പാടിപ്പിക്കണം കേട്ടോ ആളെ കൊണ്ട്. ചെയ്യും 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 അതൊക്കെ എന്തായാലും ചെയ്യും. ചെയ്യാം. അതെ. പിന്നെ മെയിനായിട്ട് ഞാൻ കളിച്ചേച്ചിട്ട് ഇങ്ങനെ ഹിസ്റ്ററികൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു സെറ്റിൽ ഒരുപാട് ആക്സിഡൻസ് ഉണ്ടായിരിക്കുന്നത് കലച്ചേച്ചിക്ക് ആയിരിക്കും. കാരണം ഞാൻ കുറെ വായിച്ചു, കാറ് പോയി അവിടെ ഇടിക്കുന്നു, വേറെ ഇടിക്കുന്നു, കുറെ മരണം മുന്നിൽ കണ്ട് വന്ന ഒരാളാണ്. അത് എനിക്ക് മാത്രമേ എന്തെങ്കിലും പറ്റത്തുള്ളൂ, വണ്ടി ഇരിക്കുന്ന ആർക്കും ഒന്നും പറ്റത്തൂല. പക്ഷെ നമ്മുടെ സെറ്റിൽ അങ്ങനെ ഒന്നും പറ്റിയിട്ടില്ല. നല്ല സെറ്റായിരുന്നു. അതെ, ആക്സിഡന്റ് ഫ്രീ സെറ്റായിരുന്നു. അതെ, അങ്ങനെ ഏതെങ്കിലും പെട്ടെന്ന് ഭയങ്കര ഓർമ്മയിൽ നിൽക്കുന്ന ഒരു സംഭവം ഉണ്ടോ? അശോ, എല്ലാം ഉണ്ട്. ലാസ്റ്റ് കാലിൽ സ്റ്റീൽ വെക്കുന്ന ലെവലിലുണ്ട്, മരിക്കുന്നവരെ ഓർത്തോണ്ടിരിക്കുന്നത്. അത് എന്തുണ്ടായതാ? അത് ബൈക്ക് ആക്സിഡന്റ്, ബുള്ളറ്റ് ഓടിച്ചത് സിനിമയ്ക്ക് വേണ്ടി. അപ്പോൾ അങ്ങനെ വീണു. ഇപ്പം കുറേ വർഷമായി, 84 ലാസ്റ്റ് നവംബറിൽ. അതേപോലെ ഏതൊരു സിനിമയ്ക്ക് വേണ്ടിട്ട് മറ്റേ ആസിഡ് വായിൽ പോയിന്നും. ആസിഡ് ആണെങ്കിൽ ഞാനിത് ജീവനോട് ഇരിക്കില്ല. ആസിഡോൺ അതെന്തുണ്ടായത്? ആക്ച്വലി വിക്ക് വാഷ് ചെയ്യുന്നതാണത്. അതിങ്ങനെ ബ്ലഡ് വോമിറ്റ് ചെയ്യുന്ന പോലെ സീനിൽ ആ പൊടി കലക്കി വെക്കുന്നതാണ് വെളിച്ചെണ്ണയിൽ. മേക്കപ്പം മാറിപ്പോയി, ആസിഡോൺ മിക്സ് ചെയ്ത് വെച്ചു. അതിലങ്ങനെ ആയില്ലേ? ഇനി ഒരു സിനിമയിൽ ഇങ്ങനെ ഒന്നും ഉണ്ടാവില്ല കേട്ടോ, അല്ലേ? ഉണ്ടായിട്ടില്ല, പിന്നെ എനിക്കൊന്നും ഉണ്ടായിട്ടില്ല. അതെ, ഞാൻ മൊത്തം ഞാൻ നോക്കുമ്പോ ഞാൻ വിളിച്ചു, ഭഗവാൻ ഇതെന്ത് ഇങ്ങനെയൊക്കെ അപകടം വെച്ചേക്കണേന്ന്. അപ്പൊ എന്തായാലും ഇനി ഭയങ്കര സേഫ് ആയിട്ട് ഇരിക്കുക. ഓക്കെ, കേട്ടില്ലേ? നമ്മുടെ എന്തായാലും മൂവിയുടെ പേര് ഭരതനാട്യം എന്നല്ലേ? ഇവിടെ ആർക്കൊക്കെ ഭരതനാട്യം അറിയാം? ഞങ്ങൾ എല്ലാ ദിവസവും ഭരതനാട്യം കളിച്ചോണ്ടിരിക്കുക. അല്ല, ശരിക്കുള്ള ഭരതനാട്യം സൂപ്പർ ഡാൻസറാണ്. എനിക്കറിയാം, എനിക്ക് ക്ലാസിക്കൽ ഡാൻസ് ആണല്ലേ? അപ്പൊ എന്നാ നിങ്ങൾ രണ്ടുപേരും കുറച്ച് മുദ്രകളൊക്കെ ഒന്ന് പറഞ്ഞു. മുദ്ര അത് പറയരുത്, അറിയാന്ന് പറഞ്ഞിട്ട്. നമ്മള് എന്താ പറയാ, നമ്മള് ജീവിതത്തിലൊക്കെ ചെയ്യുന്ന ഒക്കെ എല്ലാ മുദ്രകളും തന്നെയാ. എന്താ മുദ്രയാ, എല്ലാ മുദ്രയാ. അങ്ങനെ പറഞ്ഞ തടിയൂല. നമ്മുടെ സിനിമ മാത്രമാണ്. ഞാൻ അങ്ങോട്ട് ചോദിച്ചത് സായി ചേട്ടനെ കുറിച്ച് ഒന്നും ചോദിച്ചില്ലല്ലോ. സായി കുമാർ എന്നുള്ളത് സായി ചേട്ടനെ അച്ഛനെ വെച്ചിട്ട് അച്ഛൻ എന്ന് വരാഞ്ഞേ? അച്ഛന് ബസ് കിട്ടിയില്ല. അതെ, അച്ഛൻ തിരിച്ചു കയറി. ശരിക്കും പറ. അറിയില്ല, അത് പുള്ളിക്ക് വയ്യാന്ന് തോന്നുന്നു. എന്തായാലും ഹസ്ബൻഡ് ആയിട്ടല്ലേ സായി ചേട്ടൻ ചെയ്യുന്നത്? എങ്ങനെ ഉണ്ടായിരുന്നു ആ കോംബോ? ഞങ്ങൾ മുമ്പും ചെയ്തിട്ടുണ്ട്, സൂര്യൻ പടം ചെയ്തിട്ടുണ്ട്, പുതിയ മുഖം ഒക്കെ ഞങ്ങൾ ഒന്നിച്ച് ചെയ്തിട്ടുണ്ട്. സായി ചേട്ടനെ പണ്ടേ അറിയാം. പേടിയാണ് സായി ചേട്ടൻ്റെ മുമ്പിൽ അധികം കളിയും ചിരിയൊന്നും. ദേഷ്യപ്പെടോ? അല്ലല്ല, അങ്ങനെ ഒരു തമ്മിലുള്ള കോമ ഭയങ്കര രസമാണ് ശരിക്കും. നമ്മള് ഡബ് ചെയ്തപ്പോ കുറച്ച് പോർഷൻ കണ്ടായിരുന്നു, ഭയങ്കര രസമായിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ അച്ഛനും അമ്മയും അവരുടെ ആ കോമ ഭയങ്കര രസമായിട്ടുണ്ട് ശരിക്കും. നമ്മള് കുറെ നാളായിട്ട് ഇങ്ങനെ എൽഡർലി ആൾക്കാരുടെ അങ്ങനെ കോമ്പോ നമ്മൾ അധികം കണ്ടിട്ടില്ല സിനിമയില്. അച്ഛനും അമ്മയെ പോലും ഇപ്പൊ കാണാറില്ല സിനിമയിൽ. അപ്പം അതിൽ നിന്നൊക്കെ ഭയങ്കര ഡിഫറെന്റ്. ഒരു ഭയങ്കര രസമായിട്ട് ആ ഒരു കോമ്പിനേഷൻ ഭയങ്കര അടിപൊളിയായിട്ട് വർക്ക് ആയിട്ടുണ്ട്. പിന്നെ നമ്മളുടെ ഇടയിലും അച്ഛൻ എന്നുള്ള ആ ഒരു സംഭവം ഉണ്ടല്ലോ. ഞങ്ങൾ എല്ലാവരും കൂടി ഇരിക്കുമ്പോഴും അച്ഛനും അമ്മയും മക്കളുമായിട്ട് ഒക്കെ തന്നെ ആ ഒരു നമ്മൾ അഭിനയിക്കുമ്പോഴൊരു ഫീലിംഗ് ആയിരുന്നു. നമുക്ക് അച്ഛൻ വന്ന ഒരു ലൈക്ക് നമ്മൾ ആ റെസ്പെക്ട്, അത് തന്നെ എനിക്ക് ചേച്ചി ഉദ്ദേശിച്ചത്. ആ ഒരു റെസ്പെക്ട്, പേടിയുടെ അല്ല, ഒരു റെസ്പെക്ട്, മര്യാദ, ബഹുമാനം.
അതെ. നമ്മുടെ കൂട്ടത്തിൽ ഏറ്റവും സീനിയർ ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് ആണല്ലോ. അപ്പൊ നമുക്കും അങ്ങനെ ഒരു റെസ്പെക്ട് ഉണ്ട്. അതേസമയം തന്നെ നമ്മൾ അതേപോലെ ഒരു സീൻ ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനത്തെ ഒരു ഗിവ് ആൻഡ് ടേക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു. അദ്ദേഹവും അതുപോലെ തന്നെയാണ്. നല്ല രസമുണ്ടായിരുന്നു, ഞങ്ങള് എൻജോയ് ചെയ്തു. എന്തായാലും ഇവര് സെറ്റിലായാലും ഈ കാസ്റ്റ് ഭയങ്കര അടിപൊളിയായിട്ടുണ്ട്. നിങ്ങളുടെ ഒരു ബോണ്ട് കാര്യങ്ങളും ഇതുപോലെ തന്നെ പടം അടിപൊളിയായിട്ട് പോട്ടെ. വിഷിംഗ് യു ഗൈസ് ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച് നിങ്ങളുടെ സമയം തന്നതിൽ.